സാധാരണ പരമശാസ്ത്രങ്ങൾ പറയുമ്പോഴാണ് ആൾക്കാർ പറയുക നീ പുരാണമാണ് പറയുന്നത്. പുരാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പുരാനാം നവം ഇതി പുരാണം എന്നാണ്. എന്നുമെന്നും പുതുതായി നവമായി നിൽക്കുന്നതാണ് പുരാണം, പഴംപുരാണമല്ല. ഇതൊക്കെ അജ്ഞരായ ബുദ്ധിജീവികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. പുരാണം കെട്ടുകഥയാണെന്നൊക്കെ. അത് പരമശാസ്ത്രമാണ്. ഇതിലൊക്കെ സൂത്രങ്ങളായാണ് പലപ്പോഴും കൊടുക്കുക. സൂത്രം എന്ന് പറഞ്ഞാൽ അതൊരു ഫോർമുലയാണ്, അത് പൊട്ടിക്കാൻ അറിയണം. ഒരു സൂത്രത്തിൻ്റെ നിർവചനം വായുപുരാണത്തിലാണ് പറയുന്നത്. അതെന്താണ് നമുക്കൊന്ന് നോക്കാം. അൽപക്ഷരമസന്ദിഗ്ധം സാരവദ്വിശ്വധോമുഖം അസ്ഥോപവനവദ്യശ്ച സൂത്രം സൂത്രവിദോ വിദുഃ. അൽപക്ഷരമസന്ദിഗ്ധം സാരവദ്വിശ്വധോമുഖം അസ്ഥോപമനവദ്യശ്ച സൂത്രം സൂത്രവിദോ വിദുഃ. സൂത്രത്തെ അറിഞ്ഞവർ സൂത്രത്തെ ഇങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്. അതായത് അല്പാക്ഷരം, അത് വളരെ പ്രിസൈസ് ആയിരിക്കും. അല്പാക്ഷരമസന്ദിഗ്ധം, അതിലൊരു സംശയവുമില്ല, സംശയത്തിൻ്റെ ഇടയില്ല, അത് 100% ശരിയായിരിക്കും. അല്പാക്ഷരമസന്ദിഗ്ധം സാരവദ്വിശ്വധോമുഖം. ഈ പ്രപഞ്ചത്തിൽ എവിടെയും അത് മീനിങ് ഫുൾ ആയിരിക്കും. ഇനി അത് ഇന്ത്യയിലല്ല, അമേരിക്കയിലല്ല, ഏത് രാജ്യത്ത് പോയാലും സൂത്രം വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് മീനിങ് ഫുള്ളായിരിക്കും, അർത്ഥവത്തായിരിക്കും. അസ്ഥോപമനവദ്യശ്ച, സൂത്രത്തിൻ്റെ പ്രത്യേകത ഹാഹും ഹ്രീം ഹൈം ഒന്നും ഉണ്ടാവില്ല, അതാ പറഞ്ഞത്. അസ്ഥോപമനവദ്യശ്ചം സൂത്രം സൂത്രവിദോ വിദുഃ. സൂത്രത്തെ പഠിച്ചവർ, സൂത്രത്തെ വ്യാഖ്യാനിച്ചവർ സൂത്രത്തെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് വായുപുരാണത്തിലാണ് സൂത്രത്തെ നിർവചിച്ചത്. നേരത്തെ പറഞ്ഞ പുരാണം എന്ന് പറഞ്ഞാൽ പരമശാസ്ത്രമാണ്. അതാദ്യം മനസ്സിലാക്കുക, ചിന്തിക്കുക. താങ്ക് യു.